ആണോ? CPM രീതി വെച്ച് ബ്രാഞ്ച് തലം മുതൽ മേലോട്ടുള്ള ഘടകങ്ങളിൽ എടുക്കുന്ന തീരുമാനത്തിന്റെ കാർബൺ കോപ്പി എല്ലാ മേൽ കമ്മിറ്റികൾക്കും കിട്ടും. ലോക്കൽ കമ്മിറ്റി ചർച്ചകൾക്ക് അതിന്റെ കാർബൺ കോപ്പി മേൽ കമ്മിറ്റികൾക്ക് കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കാർബൺ കോപ്പിയിൽ അവിടെ നടന്ന ചർച്ചകളൊക്കെ ആ കാർബൺ കോപ്പിയിൽ ഉണ്ടാവും. ഏതെങ്കിലും പാർട്ടി ഘടകം പരിശോധിച്ചിട്ടുണ്ടാവും. അങ്ങനെ പരിശോധിച്ചിരുന്നെങ്കിൽ ഇത്തരൊരു സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമായിരുന്നോ? അത് പരിശോധിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ, പാർട്ടി അംഗങ്ങളുടെ വികാരം പരിഗണിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ ഇത്തരമൊരു തകർച്ച പാർട്ടിക്ക് ഉണ്ടാകുമായിരുന്നോ? അപ്പൊ ഇതിന്റെ ഉത്തരവാദി ആര്? ഇതിന്റെ ഉത്തരവാദി നിങ്ങളാണ്, നേതൃത്വമാണ്. ഇവിടെ പാർട്ടിയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ട് ഇപ്പോ റിവ്യൂട്ടിൽ അതിവിചിത്രമായ ചില കാര്യങ്ങൾ ഈ റിവ്യൂവിൽ പറയുന്നുണ്ട്. അതിൽ തോൽക്കാനുള്ള ഒരു കാരണം പറഞ്ഞിട്ടുള്ളത് ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചാണ്. നടേശനെ കയറ്റിയതിനെ കുറിച്ച് ന്യായീകരണം, നടേശൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് മുഖ്യമന്ത്രിന്റെ വാഹനം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അതിലേക്ക് കയറ്റി. ഇതാണല്ലോ നിങ്ങളുടെ വ്യാഖ്യാനം. അങ്ങനെയാണോ ജനങ്ങൾ വിശ്വസിക്കുന്നത്? നടേറ്റൻ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങളെ എതിർക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായോ? ആരും എതിർത്തോ? മുഖ്യമന്ത്രി എതിർത്തോ? ഗോവിന്ദ മാഷ് എതിർത്തോ? ജനങ്ങൾ അപ്പോൾ വിശ്വസിച്ചില്ലേ? നടേശന്റെ വർഗീയ വിഷം തുപ്പുന്ന ആ നിലപാട് വന്നപ്പോ ആ നിലപാടിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ പാർട്ടി സെക്രട്ടറിക്കോ മുൻ മുഖ്യമന്ത്രിക്കോ സാധിച്ചോ? അതിനെ ന്യായീകരിക്കില്ലേ? അങ്ങനെയുള്ള ഒരാളെയും കയറ്റിയിട്ടാണല്ലോ മുഖ്യമന്ത്രി പോകുന്നത്. എങ്ങനെയാണ് നിങ്ങളെ ന്യൂനപക്ഷങ്ങൾ വിശ്വാസത്തിലെടുക്കുക? കേരളത്തിലെ മതേതര മനസ്സിനെ വ്രണപ്പെടുന്ന നിലപാടല്ലേ നിങ്ങൾ സ്വീകരിച്ച് ആ റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ? പിന്നീട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് തെറ്റായിപ്പോയി. എങ്ങനെയാ സന്ദേശം അവിടെ എത്തിയത്? എന്ത് വിചിത്രമായ വാദമാണ് ഇവർ പറയുന്നത്. യോഗി ആദിത്യ ഇവിടെ ഇങ്ങനെ അയ്യപ്പ സംഗമം നടക്കുന്നുണ്ട്, എന്നാ പിന്നെ എന്റെ വഴി ഒരു സന്ദേശം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് യോഗി ആദിത്യ സന്ദേശം അയച്ചതാണോ? ഒരു മുഖ്യമന്ത്രി സന്ദേശം നൽകേണ്ട ആവശ്യപ്പെട്ടിട്ടുള്ളവരുണ്ടാവുമല്ലോ. ആരാണ് യോഗി ആദിത്യനാഥിനോട് സന്ദേശത്തിന് ചോദിച്ചത്? എങ്ങനെയാണ് സന്ദേശം അവിടെ എത്തിയത്? പറന്നു വന്നിട്ട് എത്തിയല്ലോ. ഇതെല്ലാം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന BJPയുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീലിന്റെ ഭാഗമാണ് എന്നല്ലേ ജനങ്ങൾ വിശ്വസിക്കുന്നത്? അതല്ലേ ജനങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ നോക്കണം, ഇവിടെ ലാവലൻ കേസ് നീട്ടി പോവുകയാണ്. ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്താ? ഈ ഡീലിന്റെ ഭാഗമാണത്. അതുപോലെ വീണക്കെതിരായിട്ടുള്ള കേസ്, അത് ഡീലിന്റെ ഭാഗമാണ് എന്നൊക്കെയല്ലേ ജനങ്ങൾ വിശ്വസിക്കുന്നത്? ഞാനിവിടെ അങ്ങനെ തീർച്ചയായിട്ടും ഈ പരാജയത്തിന് ഇതെല്ലാം ഒരു കാരണമല്ലേ? മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും സ്വഭാവവും പാർട്ടിയിലുടനീളം ചർച്ച ചെയ്തിട്ടില്ലേ? നിങ്ങൾ റിവ്യൂ റിപ്പോർട്ടിൽ അത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ മുഖ്യമന്ത്രിക്ക് ഒരു കുഴപ്പമില്ല, പാർട്ടി സെക്രട്ടറിക്ക് കുഴപ്പമില്ല, കുഴപ്പം മുഴുവൻ താഴെയാണ്. ഇതല്ലേ നിങ്ങൾ റിവ്യൂ റിപ്പോർട്ട്? ഇതാണ് പറഞ്ഞത്, കൊടിയ വഞ്ചനയാണ് പാർട്ടിയോട് നിങ്ങൾ ഇനിയും കാണിക്കുന്നത്. ജനങ്ങൾക്കറിയാം, ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് ഈ പരാജയത്തിന് ഉത്തരവാദി. ചില ബ്രാഞ്ചുകളിൽ നടക്കുന്ന ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള ചില സഖാക്കൾ പറഞ്ഞത്, ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലേ ഇനി ഞാൻ ബ്രാഞ്ചിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു പോയ സഖാക്കളുണ്ട്. ഈ വികാരം കാണണ്ടേ? അപ്പൊ ഈ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയുമ്പം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം. എന്ന തെളിവല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ള ഫലം? അതുകൊണ്ട് തിരുത്താൻ CPM തയ്യാറുണ്ടെങ്കിൽ, അത് തിരുത്തുന്നതിന് CPM തയ്യാറുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഉള്ള